Morning. Hi. Question paper setting. Second question നോക്കാം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയതാണല്ലോ. So we can go to the second question. Second question ഒന്ന് നോക്കി. Which of the following writ is issued to enforce the performance of public duties by the authority? Public duty അതോറിറ്റിയോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന റിട്ട് ഏതാണ്? മാൻഡാമസ്, ഓപ്ഷൻ എ മാൻഡാമസ്, ഓപ്ഷൻ ബി കോവാറന്റോ, ഓപ്ഷൻ സി സർഷ്യോററി, ഓപ്ഷൻ ഡി പ്രൊഹിബിഷൻ. ഏതായിരിക്കും? നമുക്കൊന്ന് റിട്ട് നോക്കിയിട്ട് വന്നാലോ. എത്ര റിട്സ് ഉണ്ട്? അതേപോലെ എന്താണ് റിട്സിനകത്ത് പറയുന്നത്? അതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ. ക്വസ്റ്റ്യൻ റിട്ട്. ഓക്കെ. ആർട്ടിക്കിൾ 32 ആണല്ലോ റിട്സിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നത്. സോ വാട്ട് ഇസ് ആർട്ടിക്കിൾ 32? ആർട്ടിക്കിൾ 32 നമ്മൾ എപ്പോഴാണ് റിലേ ചെയ്യുന്നത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആയിട്ടാണ് ആർട്ടിക്കിൾ 32ന്റെ റൈറ്റ് നമ്മൾ കാണുന്നത്. സോ ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആൻഡ് ദ റൈറ്റ് ടു ഗെറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റഡ് ഈസ് ഇറ്റ്സെൽഫ് എ ഫണ്ടമെന്റൽ റൈറ്റ്. ഈ ആർട്ടിക്കിൾ 32 തന്നെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റഡ് ആവുമ്പോഴാണ് ആർട്ടിക്കിൾ 32നെ ഡിഫെൻഡ് ചെയ്യുന്നത്. So it confers the right of remedies for enforcement of fundamental rights of an aggrieved citizen. ഒരു സിറ്റിസന്റെ ഫണ്ടമെന്റൽ റൈറ്റ് എഗ്രീവ്ഡ് ആവുമ്പോഴാണ് ആർട്ടിക്കിൾ 32നെ ഡിഫെൻഡ് ചെയ്യുന്നത്. So Article 32 basic feature ആണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ. It cannot be abridged or taken away even by way of any amendment to Constitution. സുപ്രീം കോർട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? We have right to move to the Supreme Court by appropriate proceedings for the enforcement of fundamental rights. So Supreme Court shall have the power to issue directions or orders or writs for the enforcement of any fundamental rights. So ഏതാണ് ഹൈക്കോർട്ടിന്റെ ആർട്ടിക്കിൾ 226. ഇനി റൈറ്റ് ടു മൂവ് സുപ്രീം കോർട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഷാൽ നോട്ട് ബി സസ്പെൻഡഡ് except as otherwise provided for by the Constitution. In case of national emergency, the right can be suspended by the President, according to Article 359. So, ഈ ഫണ്ടമെന്റൽ റൈറ്റ് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾ 32ലാണ്. Not any other right like non-fundamental constitutional rights, statutory rights, customary rights, etc. Okay. So, ഈ violation of fundamental right എന്ന് പറയുന്നത് is crying for not absolutely necessary condition for the exercise of the right conferred by Article 32. അപ്പൊ എത്ര റിട്സ് ഉണ്ട്? ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. എത്ര റിട്സ് ഉണ്ടാവും? ഫസ്റ്റ് റിട്ട് ഇസ് റിട്ട് ഓഫ് ഹേബിയസ് കോർപ്പസ്. ഈ ഹേബിയസ് കോർപ്പസ് ഏറ്റവും വാല്യുബിൾ റിട്ട് ആണ്. എന്തിനാണ്? പേഴ്സണൽ ലിബർട്ടി. അതായത് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ ഇറ്റ് ഇസ് ഇല്ലീഗൽ ഓർ ലീഗൽ എന്ന് കോടതിക്ക് ചോദ്യം ചെയ്യാനുള്ള അധികാരമാണ് ഈ റിട്ടിൽ കൊടുക്കുന്നത്. സോ എ പേഴ്സൺ വെൻ അറസ്റ്റഡ് ക്യാൻ മൂവ് ദ കോർട്ട് ഫോർ ദ ഇഷ്യൂ ഓഫ് റിട്ട് ഓഫ് ഹേബിയസ് കോർപ്പസ്. അപ്പൊ ഇതെന്താണ്? ഇറ്റ് ഇസ് ആൻ ഓർഡർ ബൈ എ കോർട്ട് ടു ദ ഡിറ്റൈനിങ് അതോറിറ്റി ടു പ്രൊഡ്യൂസ് ദ അറസ്റ്റഡ് പേഴ്സൺ ബിഫോർ ഇറ്റ് സോ ദാറ്റ് ഇറ്റ് മേ എക്സാമിൻ whether the person has been detained lawfully or otherwise. കറക്റ്റ് ആയിട്ടാണോ ഡിറ്റൈൻ ചെയ്തിരിക്കുന്നത്? അതായത് ലോഫുൾ നിയമപരമായാണോ ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലയോ എന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതോറിറ്റി കോടതിക്ക് എന്ത് റിട്ട് ഓഫ് ഹേബിയസ് കോർപ്പസ് കൊടുക്കുന്നു. അങ്ങനെ ഇല്ലീഗൽ അറസ്റ്റ് ആണെങ്കിൽ, ഇല്ലീഗൽ ഡിറ്റൻഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം? കോർട്ട് ക്യാൻ ഓർഡർ ഫോർ ഇഷ്യൂ ഫോർ ഹിസ് റിലീസിന് ഓർഡർ ചെയ്യാം. So that is writ of habeas corpus. Writ of mandamus നോക്കാം. Mandamus is a Latin word which means we command. ആരാണ്? കമാൻഡ് ചെയ്യാണ്. ഒരു സുപ്പീരിയർ അതോറിറ്റി, അതായത് ഒരു സുപ്പീരിയർ കോടതി ഒരു ഇൻഫീരിയർ കോർട്ടിലേക്ക്, അതായത് ലോവർ കോർട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രിബ്യൂണലിലേക്ക് അല്ലെങ്കിൽ ഒരു പബ്ലിക് അതോറിറ്റിയോട് ഒരു ആക്ട് പെർഫോം ചെയ്യാൻ പറയുന്നു. എന്താണ്? അവരുടെ ഡ്യൂട്ടിക്കുള്ളിൽ വരുന്ന ഡ്യൂട്ടി. ഓക്കെ. സോ mandamus is an order from a superior court to an inferior court or tribunal or public authority to perform an act which falls within its duty. പരിധിക്കുള്ളിൽ വരുന്ന കാര്യം ചെയ്യൂ എന്ന് പറയുന്നതാണ് mandamus. It is issued to secure the performance of public duties and to enforce the private rights withheld by the public authorities. അപ്പോൾ പബ്ലിക് ഡ്യൂട്ടീസ് എന്ത് ചെയ്യുക? അത് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ റിട്ട്. ഇവിടെ പ്രൈവറ്റ് റൈറ്റ്സ് വിത്ത്ഹെൽഡ് ചെയ്യാതെ പബ്ലിക് അതോറിറ്റീസ് സിറ്റിസൻസിന് വേണമെന്നുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിട്ട്. So it is a writ issued to a public official to do a thing which is a part of his official duty, but which he has failed to do so far. അപ്പൊ പബ്ലിക് ഡ്യൂട്ടി ചെയ്യാതിരിക്കുകയാണ് ഒരു ഒഫീഷ്യൽ എങ്കിൽ കോടതിക്ക് എന്ത് പറയാം? ഡു ദാറ്റ് ഡ്യൂട്ടി
എന്ന് പറഞ്ഞൊരു കമാൻഡ് കൊടുക്കുന്നതാണ് ഈ റിട്ട്. സോ ദിസ് റിട്ട് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. ഇറ്റ് ഇസ് എ ഡിസ്ക്രിഷണറി പവർ. കോടതിക്ക് ആവശ്യമുണ്ടെങ്കിൽ, അത്ര പവർഫുൾ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ റിട്ട് ചെയ്യേണ്ടുള്ളൂ. സോ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Second question, which of the following writ is issued to enforce the performance of public duties by the authorities? ഏതാണ്? മാൻഡാമസ് അല്ലേ? പബ്ലിക് അതോറിറ്റിയോടുകൂടി ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാൻ പറയുന്നു. അതായത് എൻഫോഴ്സ് ചെയ്യുന്ന ആ ഡ്യൂട്ടി എൻഫോഴ്സ് ചെയ്യുന്ന റിട്ട് ഏതാണ് എന്ന് ചോദിച്ചതാണ്. ഏതാണ്? ഓപ്ഷൻ എ മാൻഡാമസ് വരത്തില്ലേ? നമുക്ക് ബാക്കിയുള്ള റിട്സ് കൂടെ നോക്കാം. അപ്പൊ ഈ റിട്സിൽ നിന്നും ഏതായാലും ഒരു ക്വസ്റ്റ്യൻ വരാതിരിക്കത്തില്ല. ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഓക്കെ, നെക്സ്റ്റ് റിട്ട്, റിട്ട് ഓഫ് കോ വാറന്റ്. കോ വാറന്റോ ലിറ്ററലി എന്താ പറയുന്നത്? ബൈ വോട്ട് അതോറിറ്റി, എന്ത് അതോറിറ്റിയിലാണ് ഇവിടെ, എന്ത് അധികാരത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്? സോ ഇറ്റ് ഇസ് എ റിട്ട് ഇഷ്യൂഡ് with a view to restraining a person from acting in a public office which he is not entitled to sit. ഓക്കെ, ഒരാൾക്ക് അധികാരമില്ലാതെ ഒരു ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ റിട്ട്. ഇപ്പോൾ ഒരു 62 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി, 60 വയസ്സാണ് റിട്ടയർമെന്റ് ഏജ് എങ്കിൽ, അയാൾ 62 വയസ്സിന് ശേഷവും ഇരുന്ന് ഒരു പബ്ലിക് ഓഫീസിൽ അപ്പോയിന്റഡ് ആയാൽ എന്ത് ചെയ്യാം? ഈ റിട്ട് ഇഷ്യൂ ചെയ്യാൻ കോടതിക്ക് ഇനി ഇനിമേൽ തുടരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ റിട്ട് ഇഷ്യൂ ചെയ്യാം. സോ the writ of quo warranto is used to prevent illegal assumption of any public office or usurpation of any public office by anybody. അതാണ് റിട്ട് ഓഫ് quo warranto. നെക്സ്റ്റ്, റിട്ട് ഓഫ് പ്രൊഹിബിഷൻ. റിട്ട് ഓഫ് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോർബിഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന റിട്ടാണ് ടു ഫോർബിഡ് ഓർ ടു സ്റ്റോപ്പ്. ഇത് പോപ്പുലർലി എന്താണ്? സ്റ്റേ ഓർഡർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, this writ is issued when a lower court or a body tries to transgress the limits or powers vested in it. അപ്പോൾ പവർ, തന്നിട്ടുള്ള പവറിനേക്കാൾ ബിയോണ്ട് ആയിട്ട് പവർ യൂട്ടിലൈസ് ചെയ്ത് പോകുമ്പോൾ, ആവശ്യത്തിൽ കൂടുതൽ ഔട്ട്സൈഡ് ഇറ്റ്സ് ജൂറിസ്ഡിക്ഷനിൽ പോയി പെർഫോം ചെയ്യുമ്പോഴത്തേക്കും, അധികാര പരിധിക്ക് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഈ റിട്ട് ഓഫ് പ്രൊഹിബിഷൻ ഇഷ്യൂ ചെയ്യുന്നത്. ആഫ്റ്റർ ദ ഇഷ്യൂ ഓഫ് ദിസ് റിട്ട്, പ്രൊസീഡിങ്സ് ഇൻ ദ ലോവർ കോർട്ട് എക്സെട്ര കം ടു എ സ്റ്റോപ്പ്. ഈ റിട്ട് ഇഷ്യൂ ചെയ്താൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഏതാണോ അപ്പോൾ സ്റ്റോപ്പ് ചെയ്തോളും. ഓക്കെ, ഇതാണ് സ്റ്റേ ഓർഡർ. അടുത്ത റിട്ട് ഓഫ് സെർഷ്യോററി. സെർഷ്യോററി എന്താണ്? അതൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള റിട്ട് ആണ്. അതായത് ദ റിട്ട് ഓഫ് സെർഷ്യോററി ഇസ് ഇഷ്യൂഡ് ബൈ ദ സുപ്രീം കോർട്ട് ടു സം ഇൻഫീരിയർ കോർട്ട് ഓർ ട്രിബ്യൂണൽ ട്രാൻസ്ഫർ ദ മാറ്റർ ടു ഇറ്റ് ഓർ ടു സം സുപ്പീരിയർ അതോറിറ്റി ഫോർ പ്രോപ്പർ കൺസിഡറേഷൻ. എവിടെയാണോ കറക്റ്റ് ആയിട്ട് പ്രവൃത്തി ചെയ്യേണ്ടത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന, മാറ്ററിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പരിപാടിയാണ് നമ്മൾ ഈ സെർഷ്യോററി എന്ന് പറയുന്ന റിട്ടിലൂടെ ചെയ്യുന്നത്. സോ ട്രാൻസ്ഫറിങ്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ട്രാൻസ്ഫറിങ്. അപ്പൊ ഏതൊക്കെയാണ്? റിട്ട് ഓഫ് പ്രൊഹിബിഷൻ, മാൻഡാമസ് ആൻഡ് സെർഷ്യോററി. ഈ 3 റിട്ടിന്റെയും പ്രത്യേകത എന്താണ്? റിട്ട് ഓഫ് പ്രൊഹിബിഷൻ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ഇൻഫീരിയർ കോർട്ടിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ്. അടുത്ത റിട്ട് ഓഫ് മാൻഡാമസ് ആണെങ്കിൽ കമാൻഡ് ആണ്. അതേപോലെ റിട്ട് ഓഫ് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റ് കോർട്ടിനോട് കമാൻഡിങ് ഇനാക്ടിവിറ്റി. അപ്പോൾ റിട്ട് ഓഫ് പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവൈലബിൾ അഗെയിൻസ്റ്റ് എ പബ്ലിക് ഓഫീസർ, നോട്ട് വെസ്റ്റഡ് വിത്ത് ജുഡീഷ്യൽ ഓർ ക്വാസി ജുഡീഷ്യൽ പവേഴ്സ്. അപ്പോൾ സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാം? ഈ ഇഷ്യൂ ഓൺലി വെൻ എ ഫണ്ടമെന്റൽ റൈറ്റ് ഇസ് അഫക്റ്റഡ്. സെർഷ്യോററിയുടെ പ്രത്യേകത, issued by the Supreme Court or any High Court for quashing the order already passed by an inferior court. Order quash ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെർഷ്യോററി, അതാണ് സർട്ടിഫൈഡ് റിട്ട് എന്ന് പറയുന്നത്. സോ ദ പ്രൊഹിബിഷൻ എപ്പോഴും എല്ലാ സ്റ്റേജിലും നമുക്ക് കിട്ടുന്നതാണ് പ്രൊഹിബിഷൻ, റിട്ട് ഓഫ് പ്രൊഹിബിഷൻ. സെർഷ്യോററി എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് സ്റ്റേജിൽ, അതായത് ഏതെങ്കിലും പ്രൊസീഡിങ്സ് ഓർഡർ ആയതിനു ശേഷമാണ് നമ്മൾ സെർഷ്യോററി ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ റിട്ട് ഓഫ് പ്രൊഹിബിഷൻ ഇസ് അവൈലബിൾ ഡ്യൂറിംഗ് ദ പെൻഡൻസി ഓഫ് പ്രൊസീഡിങ്സ്, അല്ലേ? പ്രൊഹിബിഷൻ നമുക്ക് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതേസമയം ബിഫോർ എ സബോർഡിനേറ്റ് കോർട്ട്, സെർഷ്യോററി ക്യാൻ ബി റിസോർട്ടഡ് ഓൺലി ആഫ്റ്റർ ദ ഓർഡർ. അപ്പൊ പരിപാടി എല്ലാം കഴിഞ്ഞ് ഓർഡറോ ഡിസിഷനോ പാസ് ചെയ്തതിന് ശേഷം, അനൗൺസ് ചെയ്തതിന് ശേഷമേ സെർഷ്യോററിയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഓൾ ദി തിങ്സ് അബൌട്ട് റിട്സ്. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? കേസ് ലോസ് കൂടെ നമുക്ക് നോക്കാം, എന്നിട്ട് അയിബ് പോയി എഴുതും. അപ്പൊ റിട്സ് നോക്കാതെ പോകരുത്.